നമ്മുടെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയ താരങ്ങളായ രണ്ടുപേരാണ്, അമ്മയും മോനുമാണ്. ഹായ്. അഭിജിത്തേട്ടനും അമ്മ ശൈലജ. സോറി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖമായിട്ടിരിക്കുന്നു. അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അല്ല, അമ്മ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. രസമുണ്ട്. സാധാരണ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല രസമുണ്ട്. കമ്മലൊക്കെ ഇട്ട് ഇങ്ങനത്തെ പൊട്ടൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയതാ, നമ്മളെങ്ങും പോയില്ല. ഓക്കെ ഓക്കെ. വീട്ടിലിപ്പോ പുതിയ റോബോട്ടൊക്കെ വന്നല്ലോ, കാണാറുണ്ടല്ലേ? പിന്നെ കാണല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് റോബോട്ടിന്റെ കൂടെ? അടിപൊളിയാണ്. അപ്പൊ അമ്മയ്ക്ക് ജോലിയൊക്കെ കുറഞ്ഞില്ല? അതിന് സ്പീഡ് കുറവാന്ന് പറഞ്ഞപ്പോ തന്നെ വീണിച്ചു. കുഴപ്പമില്ല മോളെ. ഓക്കെ, ഞാൻ പഠിച്ചില്ല അത് എങ്ങനെയൊക്കെയാന്നുള്ളത്, കുഞ്ഞിനെ അറിയത്തുള്ളൂ. പഠിപ്പിച്ചു കൊടുക്കാം. തുടങ്ങിയില്ല, ഇങ്ങോട്ട് സെറ്റ് ആക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ യൂട്യൂബിലോട്ട് വന്നത്? നമ്മള് യൂട്യൂബിലോട്ട് വന്നത് ഇത് മെയിൻ ജോലിക്ഷാമം കൊണ്ട് തന്നെ ഏറ്റവും അവസാനം. അതെ, ജോലി ക്ഷാമത്തിൽ നിന്ന് ഏറ്റവും അവസാനം ഒരു ഇതൊന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് വരുമായിരുന്നു. എങ്ങനെയോ സത്യം ഭാഗ്യം സെറ്റായി. പിന്നെ ആദ്യത്തെ കണ്ടന്റ് എന്തായിരുന്നു? ആദ്യത്തെ കണ്ടന്റ് ഞാൻ മറ്റേ നമ്മള് ഫോൺ ചെയ്യുമ്പോ അമ്മമാര് വന്ന് എത്തി നോക്കത്തില്ലേ, അത് തന്നെ. ആ കണ്ടന്റ് ആയിരുന്നു ആദ്യത്തെ കണ്ടന്റ്. അതിപ്പോഴും ഉണ്ട്. പിന്നെ നമുക്കൊരു വേറെ ഒരു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിങ് കൊണ്ടാണ്. അടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിങ്. അതെ, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്ന പോലെ ട്രോളുന്ന രീതിയിൽ നമുക്ക് തോന്നും. പക്ഷെ ഭയങ്കര ഫണ്ണാണ് അത്. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കോമ്പൗണ്ട്, ഭയങ്കര സിംഗിൾ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും അങ്ങനെ, അനിയനും അച്ഛനും ഈവൻ അപ്പൂപ്പനായിട്ടാണല്ലോ അങ്ങനെ തന്നെ. അപ്പൂപ്പനും അങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആ ടൈമിൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അപ്പൊ ഇൻസ്റ്റാഗ്രാം ആദ്യം തുടങ്ങി. ഇൻസ്റ്റയാണ് ആദ്യം തുടങ്ങിയത്, യൂട്യൂബ് പിന്നെയാണ്? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബ്. ഓക്കെ. അപ്പൊ ടിക്ടോക്കിലുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മള് ടിക്ടോക്കും ഇല്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്നുമില്ല. ചുമ്മാ നമ്മൾ പോകുന്ന ജസ്റ്റ് കാഷ്വലായിട്ട് ഇടുവന്നല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആവണം, പിന്നെ സെലിബ്രിറ്റി ആവണം പറഞ്ഞിട്ട് ചെയ്തല്ല. ഇപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോഴും എന്റെ ഒരു ജോലിയായിട്ട് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇടുന്നത്. പക്ഷെ അത് കുറച്ച് ഫൺ രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഒരു ജോലിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ മറ്റേ ഒന്നും നമ്മൾ ചിന്തിച്ചാൽ നടക്കത്തില്ല ഒന്നും. പിന്നെ എല്ലാവരും വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ് മെയിൻ. ഓക്കെ. അമ്മ, എനിക്ക് തോന്നുന്നു അമ്മയ്ക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അമ്മയുടെ ഫാനാണ്. ഓഫ്കോഴ്സ് ഞാനും ഫാനാണ് അമ്മയുടെ. എനിക്ക് തോന്നുന്നു അമ്മ തന്നെയാണ് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുറച്ചുകൂടെ അമ്മ ആക്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല, മൊത്തം നാച്ചുറലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ. സാധാരണ നമ്മുടെ വീട്ടിലും അമ്മയും എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോളുന്ന ഒരു ഫാമിലിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ. ചേട്ടൻ അനിയനാണല്ലോ ഉള്ളത്. അപ്പോൾ പുള്ളി എവിടെ? ജർമ്മനിയിലാണ്. ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്, അടുത്ത ദിവസം പോകും. ഇനി വേറെ എന്തെങ്കിലും ഈ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇതിനകത്ത് നമ്മളൊരു സ്റ്റെബിലിറ്റി യൂട്യൂബൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ട് രണ്ടുപേരും നിന്നിട്ട് വേണം ബാക്കി എന്തെങ്കിലും ചിന്തിക്കാൻ. എല്ലാം കൂടെ പോയി നടക്കും. ഭയങ്കര ഷൈ ആണ് തോന്നുന്നു. അങ്ങനെ സംസാരിക്കത്തില്ല, അത് കുറച്ച് സെറ്റാണ്. ഓക്കെ. അപ്പൊ യൂട്യൂബ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വേറെ എന്തെങ്കിലേക്കും കിടക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനൊരു ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേട്ടന്റെ ആദ്യത്തെ ലൈൻ അമ്മ എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോട്ടൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് പിടിച്ചിട്ടില്ല? ചെറിയ പേടിയുണ്ടോ? അങ്ങനെ ചോദിക്കത്തില്ല, ഞാൻ പറയത്തില്ലായിരുന്നു. എന്താ പറയത്ത്? നിങ്ങൾ ഇത്ര കമ്പനിയല്ലേ, എന്നിട്ട് എന്തോ പറയാ? വീട്ടിലോട്ട് വരുവാണെങ്കിൽ പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ നമ്മൾ എത്ര പേരെ പരിചയപ്പെടുത്തണം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫണ്ണായിട്ട് രീതിയിൽ പറഞ്ഞതാണോ അത്? അതെ. ഇപ്പൊ ലൈൻ ഉണ്ടോ? ഇല്ലില്ല. അമ്മയ്ക്ക് അറിയാം. ഓക്കെ. ഇനി പാർവതി ചേച്ചിയുടെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു, ഐ മീൻ 26 വയസ്സായി, ഇനി കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ട് ഈ ടൈമിൽ? ഓക്കെ. ചേട്ടന് താല്പര്യമില്ലേ? കുറച്ചും കൂടെ വല്ലതൊക്കെ വേണ്ടേ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരട്ടെ. അത് കറക്റ്റ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് പറ്റത്തില്ല. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ലൈഫ്? എങ്ങനെ സെറ്റ് ആയിട്ട് പോകുന്നു? കുഴപ്പമില്ല, അടിപൊളി ഒന്നും അല്ലെങ്കിലും നോർമലായിട്ട് പോകുന്നുണ്ട്, നൈസായിട്ട് പോകുന്നുണ്ട്.
അച്ഛനെ ഞാൻ തോന്നുന്നു അമ്മയാണ് ഏറ്റവും കൂടുതൽ ചേട്ടനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളത്. അച്ഛനെ അങ്ങനെ കണ്ടിട്ടില്ല വീഡിയോയിൽ. നാട്ടിലില്ല. ഓക്കെ, ഇപ്പം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അച്ഛനെയും കാണാനില്ല. അപ്പൊ അപ്പൂപ്പനും ഉണ്ട്. വലിയ സ്ട്രെസ് എടുക്കത്തില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട് എവിടെ കറക്റ്റ് ആയിട്ട്? മാവേലിക്കര. യഥാർത്ഥത്തിൽ ചെങ്ങന്നൂരാ, ഞങ്ങൾ ചെങ്ങന്നൂർ താലൂക്കിലുള്ളതാണ്. ചെങ്ങന്നൂര് താലൂക്കിൽ, പക്ഷെ നമുക്ക് ആണോ എളുപ്പത്തിന് മാവേലിക്കര എന്ന് പറയാൻ 2 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, ചേട്ടൻ അപ്പൊ എന്താ പഠിച്ചത്? ഞാൻ ബികോം ആയിരുന്നു പഠിച്ചത്. ബികോം കഴിഞ്ഞിട്ട് MBA ആയിരുന്നു. ബികോം കഴിഞ്ഞിട്ട് MBA പഠിച്ചു. ഓക്കെ, ഇനി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ? അതൊക്കെ ഉണ്ട്, അതൊക്കെ മൈൻഡിലുണ്ട്, പണ്ടേ ഉള്ളതാണ്. നേരത്തെ മുതലുള്ള ആഗ്രഹമാണ് ബിസിനസ്. വലിയ ചുമ്മാ തട്ടിക്കൂട്ടി തുടങ്ങാതെ കുറച്ച് പ്ലാനൊക്കെ ചെയ്ത് കുറച്ച് ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്യണം. അങ്ങനൊന്നുമില്ല, ഏറ്റവും നല്ല ആ സമയത്ത് നമ്മൾ ഈ കാണുന്നതെല്ലാം പറയുന്നുണ്ട്. ഒന്ന് കാണുമ്പോൾ അത് വേണം ഇത് വേണം ഇപ്പൊ സമയത്ത് നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താണോ ആ സമയത്ത് ആവശ്യം അതൊന്നും ചെയ്യാം. പ്ലാനിങ് ചെയ്ത് ചിലപ്പോൾ നടക്കണമെന്നില്ല, ഫീൽ ആവും. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? സിനിമയിൽ ഇപ്പം 1-2 വന്നു, കിട്ടിയില്ല. പിന്നെ അവസാനത്തിൽ നമുക്ക് പോയി, പിന്നെ വരുമ്പം ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്കിതൊന്നും ആദ്യം പറയാൻ പറ്റത്തില്ല, കിട്ടത്തില്ല മിക്കവാറും. അതുകൊണ്ട് നമ്മൾ അതൊന്നും ഒത്തിരി ആഗ്രഹിക്കുന്നില്ല. കിട്ടിയ സന്തോഷം, ബാക്കി നമ്മൾ ആഗ്രഹിച്ച ചിലപ്പോൾ സങ്കടപ്പെടണ്ടേ, അതുകൊണ്ട് ആഗ്രഹമില്ല. അമ്മേനെയാണോ അതോ ചേട്ടൻ? രണ്ടുപേരും. ഇപ്പോൾ നിങ്ങൾ ഇപ്പം 2 പേരും കൂടിയാണ് ചെയ്യുന്നത് വീഡിയോ. ഇനി വേറെ ആരെങ്കിലും, ഐ മീൻ പുറത്തുനിന്ന് ഇപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അവർ പുറത്തുനിന്ന് ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അങ്ങനെ ആരെങ്കിലും എടുത്തിട്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഒരു പരിപാടി ഇങ്ങനെ വരുന്നുണ്ട്, പ്ലാനിങ്ങിലുണ്ട്, നല്ല പരിപാടി ചെയ്യണമെന്ന്. അങ്ങനെ റെഗുലറായിട്ടല്ല, ഇടയ്ക്കൊരെണ്ണം അങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ വീട്ടുകാരെ മാത്രം മതി. കാരണം നമ്മൾ വേറെ ഒന്നും കൊണ്ടുമല്ല, ഇനി അവരെ വിളിക്കുമ്പോൾ അവർക്ക് നമ്മൾ അതിന് മാത്രം വലിയ സംഭവമായിട്ട് നമുക്ക് കൊടുക്കാനില്ല. എല്ലാവരും നമ്മളെ ഒത്തിരി പിന്നെ നമ്മൾ ഇതായിപ്പോൾ, അതുകൊണ്ട് പിന്നെ വിളിക്കാത്തതാണ്. ആഗ്രഹമുണ്ട്, നമ്മൾ വിളിച്ചാലും വരും. അപ്പോൾ അവരൊരു ദിവസം ജോലി കളഞ്ഞായിരിക്കും നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മളപ്പോൾ അവർക്ക് അങ്ങനെ നമ്മൾ കാണണ്ടേ. എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ടൈപ്പ് ആണോ അതോ ജസ്റ്റ് ഒരു അല്ലല്ല, ഒരു കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു റീൽ ചട്ടം പീസ് അല്ല, നമ്മുടെ ഈ ഇടയ്ക്ക് ആവേശം വൈറലായ സംഭവം വീഡിയോ ഉണ്ടായിരുന്നു. കായംകുളത്തുള്ള പിള്ളേരുടെ. അപ്പോൾ അവർ പേര് പെട്ടെന്ന് തല്ലിട്ട് വരുന്നില്ല. അപ്പോൾ അവരുടെ അക്കൗണ്ട് നൈസാണ്. അപ്പോൾ അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്ന പിള്ളേർ. ഇപ്പം സിനിമയുടെ പേര് മാർക്കോ സിനിമ ഇറങ്ങി, അതിൻ്റെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ അവരുമായിട്ട് അവരുടെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ അക്കൗണ്ട് വെച്ച് സെറ്റാക്കി ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ അല്ല, നമ്മുടെ രീതിയിൽ അവരുമായിട്ട് ഇത് ചെയ്ത് നല്ല ഒരെണ്ണം ചെയ്യണം. അങ്ങനെ എല്ലാവരും ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ കഷ്ടപ്പാടാ. അങ്ങനെ ആർക്കും ഇപ്പൊ ഒരുപാട് ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഐ മീൻ നിങ്ങളെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ എന്നാലും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ അങ്ങനെ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. മീൻ അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലും അവരിപ്പോ എല്ലാം ഫിനാൻഷ്യലി നമ്മൾ അവരെ സഹായിക്കണം. അല്ലാതെ അവർക്ക് പാഷൻ ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ വരുമ്പം നമ്മൾ അവരെ യൂസ് ചെയ്യാന്ന് തോന്നില്ല, ഇവർക്ക് പിന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവുക നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ അവരെ ആദ്യം തൊട്ടേ പേ ചെയ്യണം, അതാണ് സംഭവം. അല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ പലതായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അതിന് തൊട്ടേ ആ രീതി നിർത്താൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലാതെ ഏറ്റവും ലൈഫിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊരു മൊമെൻറ്റ് കാണുമല്ലോ, ഐ മീൻ ഇതെൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻ്റ് ആണ്, അമ്മയ്ക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും, അങ്ങനെ ഒരു മൊമെൻറ്റിനെ പറ്റി എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? അമ്മയൊന്നും പറയുന്നില്ല, അമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അമ്മ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കാത്തു നിൽക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവാർഡ് കിട്ടിയതായിരുന്നു. അവാർഡ് കിട്ടിയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം പോലെ. അതുപോലെ തന്നെ അമൃത ഇവിടെ നിങ്ങൾ വിളിക്കുന്നത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അതും അല്ല വേറെ ഒന്നും പ്രത്യേകിച്ചില്ല മോളെ. അല്ലാതെ ഈ ചേട്ടനെ പറ്റി എന്തെങ്കിലും ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഭയങ്കര അവരങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും? ഇല്ല മോളെ, എല്ലാം നല്ല ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ സന്തോഷമൊന്നും ഇല്ല. അവനെ ഈ കണ്ടന്റ് ആയാലും ഒത്തിരിയും കഷ്ടപ്പെട്ട് എഴുതുന്നതും എഡിറ്റ് ചെയ്യുന്നതെല്ലാം എനിക്കറിയാം, ഒത്തിരിയും കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ബോധമുണ്ട്. സ്ക്രിപ്റ്റ് നിങ്ങൾ ഡയലോഗ് എഴുതി തന്നെ ചെയ്താണോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്? എഴുതിയിട്ട്
എഴുതിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ എഴുതിയിട്ട് പറയുമെന്ന് നമുക്ക് തോന്നത്തില്ല കേട്ടോ. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് അമ്മയാണോ ചേട്ടനാണോ ഏറ്റവും കൂടുതൽ പോകുന്നത് റീടേക്ക് പോകുന്നത്? അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ തോന്നില്ല. അമ്മയുടെ ആ ഭാഗം ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ അത്ര ശ്രദ്ധിക്കില്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അമ്മയ്ക്ക് പറഞ്ഞുതരാൻ ആ ഒരു ഇത് നമ്മൾ മറ്റേ ചെയ്യിപ്പിക്കുക എടുക്കുക എന്നുള്ള ഭയങ്കര പാടാണ്. ചെയ്യുന്നതിനെക്കാട്ടി പാടാണ് നമ്മൾ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ട്, അത് അപ്പുറത്തെ ഒരാളിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചിട്ട് അത് ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഭയങ്കര പാടാണ്. അപ്പം അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അമ്മ തിരിച്ചിപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ ഈ പോയി നോക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് വിടട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അമ്മയ്ക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നത് അല്ലേ? അമ്മയ്ക്കായിരിക്കും മെയിൻ ആയിട്ടുള്ള എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് മൊത്തം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട്. പക്ഷെ അമ്മ സാധാരണ പറഞ്ഞ ഡയലോഗ് തന്നെ ആയിരിക്കില്ല ചേട്ടൻ പറയുന്നത്. കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൽ ഇനി വേറെ ആരെങ്കിലും അതിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വല്ല പറഞ്ഞിട്ടുണ്ടോ? ചെയ്തോ? അവന്മാരെ കോണ്ടാക്ട് ചെയ്തോ? നമ്മുടെ കൂട്ടുകാരാണ് അങ്ങനെ അക്കൗണ്ടിന് അങ്ങനെ നമ്മുടെ പേര് കൂട്ടാൻ അവന്റെ അക്കൗണ്ടിന് പിന്നെ അവന്റെ പേരാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. പിന്നെ അതായത് ശ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് നന്നായിട്ട് കഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങളെക്കാട്ടി നാലടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവർ മക്കളുടെ അടിപൊളിയാണ്. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് നമ്മൾ എങ്ങനെ അല്ല വേറെ ആരും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ഉദ്ദേശമാണ് നമ്മൾ അങ്ങനെയുള്ള മൈൻഡില്ല. മൂന്നാല് പണിയൊക്കെ കിട്ടി നമ്മൾ ഒരു ട്രസ്റ്റ് വിളിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ തന്നെ സമാധാനം. ഞാൻ ചേട്ടൻ വീഡിയോയിൽ പറയുന്ന കേട്ടോ, അമ്മയ്ക്ക് സപ്പോർട്ട് കൂടുതൽ ചേട്ടൻ്റെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ സപ്പോർട്ട് അമ്മയുടെ ഫ്രണ്ട്സ് ആണെന്ന്. അപ്പം അവരെയൊക്കെ ഒന്ന് വീഡിയോയിൽ കൊടുന്നൂടെ? ഒത്തിരി ഒരാളെ കൊണ്ടുവന്നാൽ എല്ലാവരെയും കൊണ്ടുവരണം. കൂട്ട് തന്നെ ഒരു 10-50 ആൺപിള്ളേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മൊത്തം കൂട്ടുകാരാണ്. എല്ലാവരും കളിക്കാൻ വരുന്നവരെല്ലാം ഞങ്ങളുടെ കൂടെ. നല്ല സ്നേഹവും സപ്പോർട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ വീഡിയോസ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. പുതിയ ഇനി ട്രോളുകളൊക്കെ വരുന്ന രീതിയിൽ, നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന വ്യത്യസ്തരമായ വീഡിയോസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കൂടുതൽ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനത്തെ വ്യത്യസ്തമായ കണ്ടന്റ് ആയിട്ട് വരണം. താങ്ക് യു.